ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി ജനം ടി വിയുടെ ഒരു വേറിട്ട പോരാട്ടം, അതിൻ്റെ 3ാം സീസണാണ്. അതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ സെൻറ്റ് മേരീസ് അമൃത സ്കൂളിനെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണിത്. മാധ്യമ രംഗത്ത് നിന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജനം ടി വിയുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി ജനം ടി വിയോടും അതുപോലെ ഇതിൻ്റെ സ്കൂളിലെ സംഘാടകരോടും സ്കൂളിൻ്റെ അധികാരികളോടും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, കേരള പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ കഴിഞ്ഞ ഏതാനും നാളുകളായി, കഴിഞ്ഞല്ല വളരെ നാളുകളായിട്ട് തന്നെ ഈ ലഹരിക്കെതിരെ ഉള്ള ഒരു പോരാട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പറേഷൻ തണ്ടറുമെല്ലാം കൂടുതൽ കേസ് ഡിറ്റക്റ്റ് ചെയ്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുറേ കൂടി ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ലഹരി? ആർക്കെങ്കിലും പറയാമോ? ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും ഒന്ന് നിർവചിക്കാമോ? എന്താണ് ലഹരി? നേരത്തെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു, പാട്ട് കേൾക്കുന്നതും ഒരു ലഹരിയാണ്, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് ലഹരിയാണ്, നല്ല സിനിമ കാണുന്നതും ഒരു ലഹരിയാണ്, വായന ഒരു ലഹരിയാണ്, സ്പോർട്സ് കളികളിൽ ഏർപ്പെടുന്നതും ഒരു ലഹരിയാണ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ കലകളിൽ ഏർപ്പെടുന്നതും ഒരു ലഹരിയാണ്, നല്ല ഭക്ഷണം കഴിക്കുന്നതും ലഹരിയാണ്, മയക്കുമരുന്നും അതുപോലുള്ള മദ്യവും എല്ലാം കഴിക്കുന്നതും നമുക്ക് ലഹരി ഉണ്ടാക്കും. ഇതിലേത് ലഹരി നമ്മൾ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇതെല്ലാം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തലച്ചോറിൽ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലൊരു എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്താണെന്ന് അതിൻ്റെ പേരെന്നറിയാമോ? ബയോളജി നിങ്ങളെല്ലാം പഠിക്കുന്നവരാണല്ലോ, പറയാമോ? ഒരു എൻസൈം, ഒരു രാസതന്മാത്ര നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പാട്ട് കേൾക്കുമ്പോഴും സിനിമ കാണുമ്പോഴും കളികളിൽ ഏർപ്പെടുമ്പോഴും എല്ലാം ഡോപ്പമിൻ എന്നാണ് അതിൻ്റെ പേര്. എന്താണ് പേര്? ഡോപ്പമിൻ. സന്തോഷത്തിൻ്റെ രാസതന്മാത്രയാണത്. നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, സന്തോഷം വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമാണ്. അത് പാട്ട് കേൾക്കുമ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം സന്തോഷം എന്ന വികാരം വരുമ്പോഴെല്ലാം വരുന്നുണ്ട്. മദ്യപിക്കുമ്പോഴും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോഴും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അളവ് വ്യത്യാസമാണെന്ന് മാത്രം. പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പമിൻ്റെ അളവിനേക്കാൾ വളരെ ലക്ഷക്കണക്കിന് കൂടുതലായിരിക്കും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, സന്തോഷത്തിൻ്റെ രാസതന്മാത്രയല്ലേ അത്, അല്ലേ? അതല്ലേ നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകാം. എന്നാൽ തെറ്റാണ്. അധികമായാൽ അമൃതും വിഷം, അല്ലേ? അങ്ങനെയാണ് ചൊല്ല്. അത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കും, നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, നമ്മുടെ ചിന്തകളെ ബാധിക്കും, നമ്മുടെ പ്രവൃത്തിയെ ബാധിക്കും, നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വഴിനീളെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഭ്രാന്തരായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതെല്ലാം ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ളവർ ആണ് ഏറെ പങ്കും. എല്ലാവരും ആണെന്ന് പറയുന്നില്ല, ഏറെ പങ്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മളിതിൽ ഏത് ലഹരി ഉപയോഗിക്കണമെന്ന്. ജീവിതമാണ് ലഹരി. സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു ലൈഫ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരിക്കൽ പോലും നിങ്ങൾ ഈ ലഹരിക്ക് പിന്നാലെ പോകാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ പോകുന്ന പ്രായം എന്ന് പറയുന്നത് ടീനേജ്, അല്ലേ? എല്ലാവരും
13 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറെ പേരുമെന്ന് ഞാൻ കരുതുന്നു. ഈ ടീനേജ് എന്ന് പറയുന്ന പ്രായം നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകാൻ ഏറ്റവും എളുപ്പമുള്ള പ്രായമാണ്. ഈ പ്രായം കഴിഞ്ഞാണ് ഞങ്ങളുമൊക്കെ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ അധ്യാപകരായാലും ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരായാലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരായാലും എല്ലാവരും. പക്ഷേ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമുക്കെല്ലാ അറിവുകളുണ്ടാകും, പക്ഷെ നമുക്ക് തിരിച്ചറിവ് കൂടി വേണം. ആ തിരിച്ചറിവ് കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ മുൻവശത്ത് ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഫ്രണ്ടൽ കോർട്ടക്സ്, തലച്ചോറിൻ്റെ മുൻദളം. അവിടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അത് പൂർണ്ണ വികാസത്തിലെത്തണമെങ്കിൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഏതാണ്ട് 23-24 വയസ്സ് പ്രായമാകണമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പത്രത്തിൽ വാർത്ത വായിച്ചു കാണും, മദ്യം വാങ്ങാനുള്ള പ്രായത്തിൻ്റെ അളവ് കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. നേരത്തെ 18 വയസ്സ് മുകളിലുള്ളവർക്കൊക്കെ മദ്യം നമ്മുടെ ബിവറേജുകളിലേക്ക് പോയി വാങ്ങാമായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഇത് വാങ്ങുന്നവർക്ക് 25 വയസ്സ് കഴിയാതെ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാനും അനുവാദമില്ല. അത് കാരണം അവർക്ക് തിരിച്ചറിവ് ആ സമയത്തെ ഉണ്ടാവും. തലച്ചോറ് പൂർണ്ണ വികാസനത്തിലെത്തണമെങ്കിൽ 25 വയസ്സ് പ്രായമാകണം. അപ്പോൾ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഒരു രാജ്യത്തെ തകർക്കാൻ മറ്റു ശത്രു രാജ്യങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കും. 2, യുദ്ധം ചെയ്തും ആ രാജ്യത്തെ തകർക്കും. ഇവിടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുന്നതിന് വേണ്ടി നമ്മുടെ ശത്രു രാജ്യങ്ങൾ, നമ്മുടെ ഇന്ത്യയെ നേരിട്ട് യുദ്ധം ചെയ്യാൻ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്കൊന്നും തന്നെ സാധ്യമാവില്ല. അതൊക്കെ നിങ്ങൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ അത് സാധ്യമാകാത്തത് കൊണ്ട് നമ്മുടെ ശത്രു രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാൻ, എന്താണ് വിദ്യാഭ്യാസ സമ്പ്രദായം തകർത്താലുള്ള ഗുണം ശത്രു രാജ്യങ്ങൾക്ക്? എന്താണ് ഗുണം? അവിടുത്തെ വരും തലമുറ, ഭാവി തലമുറ നശിച്ചു പോകും അല്ലേ? ആ രാജ്യത്തിൻ്റെ പുരോഗതി ഇല്ലാതാകും. അവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടാകില്ല, അല്ലെങ്കിൽ അധ്യാപകരുണ്ടാകില്ല, അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാകില്ല, പിന്നെ പ്രബുദ്ധതയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകില്ല, മാധ്യമപ്രവർത്തകരുണ്ടാകില്ല. ഇവരെല്ലാം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാൻ അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ രാജ്യത്തേക്ക് മറ്റു ശത്രു രാജ്യങ്ങൾ കടത്തിവിട്ടുകൊണ്ട് നമുക്കെതിരെയുള്ള ഒരു യുദ്ധമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ പ്രതിസന്ധിയെ നേരിട്ട് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നാളെ ഇവിടുത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരും ഒക്കെ ആയി തീരേണ്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ. അവർ നേർവഴിക്ക് ഒരു യുവത നശിച്ചു പോയാൽ ഒരു രാജ്യം തന്നെ നശിക്കും. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ ഈ പ്രായം എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ സാധിക്കും. ആ 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഈ പ്രായം എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു പ്രായമാണ്. ഇതാണ് അല്ലേ? എന്തിനും നല്ല ചുറുചുറുക്കും ഉന്മേഷവുമുള്ള പ്രായമാണ് നിങ്ങളുടെ ഈ പ്രായം. ഈ പ്രായത്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾ അധ്യാപകർ പറയുന്നതും നിങ്ങളുടെ രക്ഷിതാക്കൾ പറയുന്നതും നിങ്ങളോട് മുതിർന്നവർ പറയുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുമെങ്കിൽ നിങ്ങൾക്ക് ജീവിതം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. രണ്ടാമത്തത്, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു പ്രായമാണ് നിങ്ങളുടേത്. ഏത് നിങ്ങളിത് ഇപ്പോൾ പറയുക, അപ്പുറത്തെ മതിൽ ചാടിക്കടന്ന്, നല്ല ഉയരമുള്ള മതിലാണ്, ഒരു കുട്ടിയെടുത്ത് പറയുകയാണ്, ഏതെങ്കിലും ഒരു ആൺകുട്ടിയെടുത്ത് ഞാൻ പറയുകയാണ്, അപ്പുറത്തൊരു ബോൾ വീണുപോയി, ഒരു പന്ത് വീണുപോയി. അപ്പോൾ
ശരിക്കുള്ള വഴിയെ പോയി എടുക്കാതെ അതിലൂടെ ചാടിയെടുക്കാൻ പറഞ്ഞാൽ ആ റിസ്ക് നിങ്ങൾ എന്നെക്കൊണ്ട് ചിലപ്പം പറ്റത്തില്ല. അതിൽ ഇപ്പോഴത്തെ പ്രായത്തിൽ പറ്റത്തില്ല. എൻ്റെ ചെറുപ്പകാലത്തിൽ ചിലപ്പോൾ ഞാൻ ചാടുമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ പ്രായത്തിൽ വേണമെങ്കിൽ ആ റിസ്ക് എടുക്കും അല്ലേ? എടുക്കില്ലേ? തീർച്ചയായിട്ടും എടുക്കും. അപ്പോൾ ആ റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ നോക്കണം, നമ്മളോട് ആ റിസ്ക് എടുക്കാൻ പറയുന്നയാൾ നമ്മളോട് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ, നല്ല കാര്യത്തിനാണോ ആ റിസ്ക് എടുക്കാൻ പറയുന്നത്. അത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം മാത്രം മുന്നോട്ട് പോകാൻ. മൂന്നാമത്തത്, നമ്മുടെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. നിങ്ങളുടെ ഈ പഠിക്കുന്ന പ്രായമെന്ന് പറയുന്നത് നിങ്ങൾ ആരായി തീരണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട കാലമാണ്. എത്ര പേര് നിങ്ങൾ റൂമിൽ പഠിക്കുന്ന റൂമിൽ എഴുതി വച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു അംബീഷൻ, ഒരു ജീവിത അഭിലാഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണും അല്ലേ? ഉണ്ടോ? ഇല്ലാത്തവരുണ്ടോ? ഒന്ന് കൈവെക്കാമോ? ജീവിതത്തിൽ ഒരു അഭിലാഷവും ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ആരായി തീരണമെന്ന് ഇപ്പോഴേ തീരുമാനിച്ചു വച്ചിരിക്കുന്നത് എത്ര പേരുണ്ട്? കൈവെക്കി. IAS കൈവെക്കും, നല്ലപോലെ വെക്ക്, ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ. കുറച്ച് പേരേ ഉള്ളൂ. IAS ഓഫീസർ ആവണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ആരുമില്ല. ഒരാളുണ്ട്. IPS ഓഫീസർ ആവണമെന്ന് ആഗ്രഹമുള്ള ആരുണ്ട്? ആരുമില്ല. പോലീസിനോട് വലിയ താല്പര്യമില്ല. അധ്യാപകരാവാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? അതും ആരുമില്ലേ? ഞാൻ അധ്യാപകനായിരുന്നു ആദ്യം, പിന്നീടാണ് ഈ ജോലിയിലേക്ക് വന്നത്. അധ്യാപകനാരോട് ആർക്കും താല്പര്യം? നല്ല ജോലിയാണ്. എനിക്കിപ്പോഴും ഞാൻ പഠിപ്പിച്ച കുട്ടികളും ഒക്കെ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഓടി വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അധ്യാപകരാവാൻ താല്പര്യം. ഡോക്ടർമാരാവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കൈവെക്കാൻ വയ്യേ? എല്ലാവരും ഒന്ന് ഉറങ്ങിയിരിക്കുകയാണോ? ഒന്ന് എഴുന്നേറ്റേ എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ നോക്കട്ടെ. ഇരിക്കും. എല്ലാവർക്കും ചെറിയ ക്ഷീണം വരും തോന്നുന്നല്ലേ? ഇൻ്റർവെൽ ടൈമാണോ? വെള്ളമൊക്കെ കുടിച്ചോ എല്ലാവരും? ശരി. ഇപ്പോൾ ഡോക്ടറാവാൻ താല്പര്യമുള്ള കുറച്ച് പേരുണ്ട്. എൻജിനീയേഴ്സ് ആവാൻ താല്പര്യമുള്ളവരുണ്ടോ? പൊളിറ്റീഷ്യൻസ് ആവാൻ താല്പര്യമുള്ളവരുണ്ടോ? രാഷ്ട്രീയം ഇല്ല. സിനിമാ രംഗത്ത് വരാൻ താല്പര്യമുള്ളവരുണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ? കുറച്ച് പേരൊക്കെ കൈവെക്കുന്നുണ്ട്. ശരി. മാധ്യമരംഗത്തേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടോ? ഇതാണ് ഇതുപോലെ ചാനൽ വാർത്ത വായിക്കാനും ഒക്കെ താല്പര്യമുള്ളവരുണ്ടോ? ഉണ്ടോ? ജേർണലിസം പഠിക്കാൻ താല്പര്യമുള്ളവർ? ജേർണലിസം പഠിച്ചവരാണ് ഈ രംഗത്തേക്ക് വരുന്നത്. ഇല്ല. പിന്നെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഭിലാഷം, നമുക്ക് ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടല്ലോ. നമുക്ക് ജീവിതത്തിൽ ഈ ഭൂമിയിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് മനുഷ്യനായി നമുക്ക് ജന്മം തന്നത്. ജീവിക്കാൻ ഒരു അവസരം കിട്ടിയത് ഏറ്റവും വലിയ പുണ്യമാണ്. അത് വളരെ നല്ല ഭംഗിയായിട്ട് നമ്മൾ വിനിയോഗിക്കുക. വേറെ ഒരാൾക്ക് പോലും ഇല്ലേ? നിങ്ങളൊക്കെ വളരെ ഭാഗ്യം ചെന്ന കുട്ടികളാണ്. നിങ്ങൾ മറ്റു രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത മണ്ണ് വാരി തിന്നുന്ന കുട്ടികൾ ഉണ്ട്. നമ്മൾ ഇതൊക്കെ എടുത്ത് നോക്കിയാൽ, ചാനലിലൊക്കെ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ മണ്ണ് വാരി കഴിക്കുന്ന, എച്ചിൽ പോയി കഴിക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് 3 നേരം ആഹാരം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ അവസരം കിട്ടുന്നുണ്ട്, നല്ലൊരു പാർപ്പിടത്തിൻ്റെ കീഴിൽ. ഇതാണ് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ: ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഈ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യഥേഷ്ടം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യവാന്മാരായ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഈ അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ പുറത്തെടുത്ത് മിടുക്കന്മാരും മിടുക്കികളുമായി തീരണം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ലേണിംഗ് റൂമിൽ ഒരു നേരെ കട്ടിലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കണം. എന്താ പേര്? മോളെ പേരെന്താ? നടുക്കിരിക്കുന്ന ആളുടെ പേരെന്താ?
ദിയ, ഡോക്ടർ ദിയ ഡോക്ടറാണ് അവൻ ആഗ്രഹമെങ്കിൽ ഡോക്ടർ ദിയ MBBS എഴുതി വെച്ചേക്കണം. എഴുതി വലിയ അക്ഷരത്തിൽ എഴുതി നമ്മൾ നേരെ ഓപ്പോസിറ്റ്, കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ കാണുന്നത് എന്താണോ ആഗ്രഹം, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, എന്താണോ ആഗ്രഹം അത് നമ്മൾ എഴുതി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മുടെ പേര്. അപ്പോൾ അത് നമ്മൾ മനസ്സിലിങ്ങനെ അതിനെ ഉയർത്തി അതിനെ ഡെവലപ്പ് ചെയ്ത് സ്വപ്നം നമ്മുടെ എന്താണ് മഹാനായ നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ പഠിക്കണം. ആ സ്വപ്നങ്ങൾ കുറേ അത് വലുതാക്കി നമ്മൾ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഐഡൻറ്റിറ്റി ഫോർമേഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്, പ്രായമാണ് നിങ്ങൾ. അപ്പോൾ ശരിയായ വിധത്തിൽ നമുക്ക് നല്ല മെൻറ്റേഴ്സിനെ ഈ അവസരത്തിൽ വാർത്തെടുത്ത്, മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെൻറ്റർ, ഉപദേശകർ. അത് അധ്യാപകരാകാം, ഞങ്ങളെപ്പോലെ ഇതുപോലെ സംസാരിക്കുന്ന ആൾക്കാരാകാം, അതുപോലെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവരാകാം, നമുക്ക് അല്ലാതെ മാധ്യമരംഗത്തുകൂടെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ തന്നെ ഇതുപോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ നല്ല മെൻറ്റേഴ്സിനെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ നല്ല ഒരാളായി തീരത്തുള്ളൂ. നമ്മൾ നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പീർ ഗ്രൂപ്പ്. ഇതാണ് പീർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമകാലീനർ എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കൂട്ടുകാരെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നല്ല കൂട്ടുകാരെയും മോശം കൂട്ടുകാരെയും നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ നിങ്ങൾ ഈ 4 കാര്യത്തിൽ നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് എനർജറ്റിക് ആയിട്ടുള്ള പ്രായമാണ്. ആ എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുക. ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുടെ, നിങ്ങളുടെ രക്ഷിതാക്കളുടെ സേവനം അല്ലെങ്കിൽ സഹായം ഉപയോഗിക്കുക. രണ്ടാമത് പറഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് എടുക്കുന്ന പ്രായമാണ് നിങ്ങളുടേത്. ഈ റിസ്ക് എടുക്കുന്ന ഈ പ്രായത്തിൽ നിങ്ങൾ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നല്ലതിന് വേണ്ടി മാത്രം റിസ്ക് എടുക്കുക. മൂന്നാമത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ ചെയ്യുന്ന ഈ കാലഘട്ടമാണ്. നല്ലതേത് മെൻറ്റേഴ്സ് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ പറയുന്ന, നിങ്ങളുടെ രക്ഷിതാക്കൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നാലാമത്തത് നിങ്ങളുടെ പീർ ഗ്രൂപ്പ്, നിങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സഹപ്രവർത്തകരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ സാധിക്കും. കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ ഞാൻ ചോദിച്ചു ലഹരി എന്താണെന്നല്ലേ? എന്താണ് ലഹരി? ആർക്കെങ്കിലും പറയാമോ? നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മുടെ ചിന്തയെയും നമ്മുടെ പ്രവൃത്തിയെയും നമ്മുടെ സ്വഭാവത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഏതൊരു ഘടകത്തെയും നമുക്ക് ലഹരി എന്ന് വിളിക്കാം. ആ ലഹരി എന്നത് ജീവിതമാകണം നമ്മുടെ ലഹരി. മദ്യവും മയക്കുമരുന്നും ഒക്കെയുള്ള അങ്ങനെയുള്ള ലഹരി നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഇതിലൊന്നും വലിയ ഒരു താല്പര്യമോ അല്ലെങ്കിൽ കാണത്തില്ല. നിങ്ങൾ കുറച്ചുകൂടി മുതിർന്ന് അല്ലെങ്കിൽ വലിയ ക്ലാസ്സുകളിലേക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ കരാളഹസ്തങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകുന്നത്. എനിക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൊച്ചിയിൽ ഈ ലഹരിക്കുമായി ബന്ധപ്പെട്ട് പിടിച്ച ഒരാൾ, അയാൾ അവിടുത്തെ ഡോക്ടേഴ്സിനും അതുപോലുള്ള സിനിമാ ഫീൽഡിലുള്ളവർക്കുമൊക്കെ ലഹരി കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ MBBS പോയി അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ മെഡിക്കലായി പഠിച്ച് നീറ്റ് എക്സാമൊക്കെ എഴുതി മെഡിക്കലായി പഠിച്ച് MBBS അഡ്മിഷൻ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ തിരിച്ചറിവ്, നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് അത് പൂർണ്ണമായും വികാസത്തിലെത്തണമെങ്കിൽ ഏതാണ്ട് 25 വയസ്സ് പ്രായം വരും. അതുവരെ നമ്മുടെ ശ്രദ്ധിച്ച്, ടീനേജ് മാത്രമല്ല, ടീനേജിൽ വഴിതെറ്റി പോകാം. പിന്നെയും നമ്മൾ ഈ ഫ്രണ്ടൽ കോർട്ടെക്സ് അത് പൂർണ്ണ വികാസത്തിലെത്തണമെങ്കിൽ 25 വയസ്സ് പ്രായം വരണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയലക്ഷ്യം, ജീവിത ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഈ ജനം TV-യുടെ നമ്മുടെ മക്കൾക്കായി ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി എന്നുള്ള ഈ പ്രോഗ്രാമിന് ഒരു ലഹരി വിരുദ്ധ സന്ദേശം അല്ലെങ്കിൽ ഒരു
നിങ്ങളോട് സംവദിക്കാൻ കിട്ടിയ ഈ അവസരം ജീവിതത്തിൽ തന്നെ വലിയൊരു ഭാഗ്യമുള്ള നിമിഷമായി കണക്കാക്കുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ രാജ്യത്തെ നയിക്കുവാൻ കൽപ്പുള്ളവരായി മിടുക്കന്മാരും മിടുക്കികളുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, ഒരു നല്ല മനുഷ്യരായി തീരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഒരുമിക്കാം, അല്ലേ? ലഹരിക്കെതിരെ നമ്മൾക്ക് ഒറ്റക്കെട്ടായി പോരാടാം. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നൊരു സ്കൂളാണ്. ഇതിൻ്റെ പരിസരത്ത് നിന്നും ഈ മിഠായി പിടിച്ചിരുന്നു. ലഹരി മിഠായിയാണ്, കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ലഹരി മിഠായികൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ, ഏതെങ്കിലും കടകളിൽ ലഹരി വിൽക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ വ്യാപനം, അല്ലേ? ഏത് കച്ചവടവും വിജയിക്കണമെങ്കിൽ വാങ്ങുന്നവർ കൂടുതലുണ്ടെങ്കിലല്ലേ വിജയിക്കാൻ പറ്റൂ, അല്ലേ? ഈ കച്ചവടത്തിനെ മാത്രം ആരും പ്രോത്സാഹിപ്പിക്കരുത്. ഈ കച്ചവടം ഇല്ലാതാവണമെങ്കിൽ അത് വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞെങ്കിൽ മാത്രമേ ഇതില്ലാതാക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആരോട് പറയും? പറ. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ, നിങ്ങൾക്കറിയാവുന്ന ഒരു ചേട്ടൻ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ഞങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള എന്തെങ്കിലും വിവരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആർക്കെങ്കിലും പറയാം? പറയുന്നവർക്കൊരു സമ്മാനമുണ്ട്. എന്തു ചെയ്യും? പോലീസിനെ അറിയിക്കും. എങ്ങനെ അറിയിക്കും? നമ്പർ പറയാമോ? നമ്പർ അറിയാമോ? 100. ഒരാൾ പറഞ്ഞു 100. എങ്ങനെ? വേറൊരാളോടെ പറയുന്ന കേട്ടോ. എങ്ങനെ? കുറച്ച് പറ. 112. കറക്റ്റ്. ഇപ്പോൾ ഇന്ത്യ മൊത്തവും ഒറ്റ നമ്പറാണ്. ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന എമർജൻസി നമ്പറാണ് 112, 112. ഇന്ത്യയിൽ എവിടെ ചെന്നാലും, നമ്മളിപ്പോൾ ഡൽഹിയിലൊരു ടൂറിന് പോകുന്നു അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നു, അവിടെ വെച്ച് നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ആക്സിഡൻറ്റ് കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പോലീസിനെ അറിയിക്കേണ്ട ഒരു സംഭവം ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ നമ്മുടെ ഫോൺ എടുത്ത് വെച്ചിട്ട് 112 എന്ന് വിളിച്ചാൽ എന്താവശ്യം ഉണ്ടെങ്കിലും, പിന്നെ അപകടം ഉണ്ടായാലും ശരി തന്നെ, അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്ന കാണുന്നു, എന്താവശ്യം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി എമർജൻസി നമ്പറാണ് അത് 112. ഇന്ത്യ മൊത്തവും അങ്ങനെ നമ്പർ ഏകീകരിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ 100 ആയിരുന്നു, അത് മാറ്റിയിട്ടുണ്ട് 112. പിന്നെ ഈ ലഹരിക്കെതിരെ നമ്മുടെ കേരള പോലീസിനെ അറിയിക്കാൻ വേണ്ടി ഒരു നമ്പറുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. അറിയാം? 94. ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. 94, 97, വീണ്ടും 97, വീണ്ടും ഒന്നുകൂടെ 97, അവസാനം 94. ആദ്യം 94, 97 3 പ്രാവശ്യം, ഏറ്റവും അവസാനം 94. മറക്കോ? ഈ നമ്പർ വിളിച്ചാലും മതി. ഇനി നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പർ ഇവിടെ ഉണ്ട്, അത് വാട്സാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് മെസ്സേജ് അയക്കാം, വീഡിയോ എടുത്ത് അയക്കാം. ആ നമ്പറിലൂടെ പറയാം. അത് പഴയ യോദ്ധാവ് എന്ന് പറയുന്ന പോലീസിൻ്റെ ഒരു നമ്പറാണ്. 999 999. ഓർത്ത് വയ്ക്കുക, എളുപ്പമുള്ള നമ്പറാണ് അതൊക്കെ. 59 39 59 56. 56 എന്ന് പറഞ്ഞാൽ അവസാനത്തെ 5 അക്കം 6 6 6 6 6. 39 999 59 39 59 56. അവസാനത്തെ 5 അക്കം എന്ന് പറയുന്നത് 6 6 6 6 6. ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ള നമ്പറാണ്. ഏതൊക്കെ? ഞാൻ ഈ പറഞ്ഞ ഈ 2 നമ്പറുകൾ 94 97 97 97 94. ഇത് ലഹരിക്കെതിരെയുള്ള ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്.
മറ്റേത് 112 എന്നുള്ളത് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എവിടെ പോയാലും, ഇപ്പോൾ ഇവിടുന്ന് പാലക്കാട് പോയാലും കോഴിക്കോട് പോയാലും നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, ഡൽഹിയിൽ പോയാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടതല്ല, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്കൊരു നെഞ്ചുവേദന വന്നു, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇതിൽ വിളിക്കാം, 112 വിളിച്ച് സഹായം ആവശ്യപ്പെടാം. മനസ്സിലായേ? നിങ്ങൾ വീടിനടുത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വച്ചേക്കുന്ന നമ്പറുകളാണ്. ഓക്കെ, എന്തായാലും എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.